റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ ദീനാണ്. അങ്ങനെ സ്നേഹിച്ച മുൻഗാമികളുടെ മാതൃക നമ്മുടെ മുന്നിലുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. എൻ്റെ നഫ്സ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹുവിന്റെ റസൂലേ അങ്ങാണ്. അപ്പൊ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും മറ്റാരേക്കാളും എൻ്റെ നഫ്സ് കഴിഞ്ഞാൽ എനിക്ക് പ്രിയപ്പെട്ടത് അല്ലാഹുവിന്റെ റസൂലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ലാ വല്ലദി നഫ്സി ബിയദി. ഇല്ല ഉമറേ, അല്ലാഹു തന്നെയാണ് സത്യം. ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്. നിന്റെ നഫ്സിനേക്കാൾ എന്നോടുള്ള ഇഷ്ടം പ്രിയപ്പെട്ടതാകണം. അപ്പൊ സ്വന്തം നഫ്സിനേക്കാൾ ഒരാൾക്ക് അയാളുടെ നഫ്സിനേക്കാളും അയാളുടെ ആഗ്രഹങ്ങളെക്കാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രാധാന്യം നൽകുന്നതുവരെ ഈമാൻ പൂർത്തിയാവുകയില്ല. ഉടനെ ഉമർ റളിയല്ലാഹു തആല തിരുത്തി, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ നഫ്സിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് അങ്ങാണ്. അൽ ആൻ യാ ഉമർ. ഉമർ, ഇപ്പോഴാണ് താങ്കളുടെ ഈമാൻ പൂർത്തിയായിട്ടുള്ളത്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഈ ഭൂലോകത്തുള്ള ആരേക്കാളും, ഉമ്മയേക്കാൾ, ഉപ്പയേക്കാൾ, നമ്മുടെ മക്കളേക്കാൾ, മറ്റാരേക്കാളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടതാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം, അള്ളാഹുവിന്റെ റസൂലാകണം ഈ ഭൂലോകത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നതിൽ തർക്കമില്ല. അങ്ങനെ സ്നേഹിച്ച സ്വഹാബികൾ, സലഫുകൾ നമ്മുടെ മുന്നിലുണ്ട്. അവരുടെ മാതൃകയുണ്ട്. മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല പറയുകയാണ്, വമാ കാന അഹദുൻ അഹബ്ബ ഇലയ്യ മിൻ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടവരായി മറ്റാരുമില്ല. ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹുവിന്റെ റസൂലാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വലാ അജല്ല ഫീ ഐനി മിൻഹു വമാ കുൻതു ഉതീഖു അൻ അംല ഐനയ്യ മിൻഹു ഇജ്ലാലൻ ലഹു. പക്ഷേ ആ സ്നേഹം കൊണ്ട് ഒന്ന് കണ്ണു തുറന്ന് പൂർണ്ണമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്കൊന്ന് പൂർണ്ണമായി ഒന്ന് നോക്കാൻ ആ സ്നേഹം കൊണ്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വർണ്ണിച്ചു തരാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ എനിക്കത് കഴിയുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖമെങ്ങനെയായിരുന്നു എന്ന് എന്നോട് ചോദിച്ചാൽ അംറിനു പറയാൻ കഴിയുകയില്ല. ലം അകുൻ അംലു ഐനയ്യ മിൻഹു. കണ്ണ് നിറച്ച് ഞാൻ ഇതുവരെ പ്രവാചകനെ കണ്ടിട്ടില്ല. ആ ഒരു സ്നേഹം കൊണ്ട് മുഖത്തേക്ക് നോക്കാൻ പോലും, ഒന്ന് പൂർണ്ണമായി എന്റെ കണ്ണുകളിൽ ഒന്ന് ഒപ്പിയെടുക്കാൻ പോലും ആ സ്നേഹം കൊണ്ട് എനിക്ക് സാധിച്ചിരുന്നില്ല എന്ന് മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു തൻഈം കുന്നിന്റെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ. കടുമരങ്ങൾ നാട്ടി നിർത്തിയിട്ടുണ്ട്. മരണത്തിന്റെ ഗന്ധം അരികിലേക്ക് എത്തുന്നുണ്ട്. ഏതു സമയത്തും മരണത്തെ കൺമുന്നിൽ കാണാം. ബദറിനു പകരം കഴുമരത്തിലേറ്റുമെന്നത് ഉറപ്പാണ്. ആ സമയത്താണ് ശത്രുവിന്റെ ചോദ്യം, നിന്റെ സ്ഥാനത്ത് മുഹമ്മദായിരുന്നുവെങ്കിൽ, ഈ സ്ഥാനത്ത് നീ സ്നേഹിക്കുന്ന നിന്റെ പ്രവാചകനായിരുന്നുവെങ്കിൽ. ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി, വല്ലാഹ്, അല്ലാഹു തന്നെയാണ് സത്യം. മാ ഉഹിബ്ബു അന്ന മുഹമ്മദൻ അൽആന ഫീ മകാനിഹി അല്ലദീ ഹുവ ഫീ.
ഇപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണോ, പ്രവാചകൻ ഈ ഒരു സമയത്ത് എവിടെയാണോ, അവിടെ ഇരുന്നു കൊണ്ട് തുസീബുഹു ശൗഖ തുഅദീഹി വഅന്നി ജാലിസുൻ ഫീ അഹ്ലി, പ്രവാചകൻ ഇരിക്കുന്ന ആ ഇടത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഒരു മുള്ളു തറക്കുന്നത് ഹുബൈബിന് സഹിക്കാൻ കഴിയുകയില്ല. പിന്നെയല്ലേ എന്റെ സ്ഥാനത്ത് അള്ളാഹുവിന്റെ റസൂൽ എത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണോ ആ ഇരിക്കുന്ന ഭാഗത്ത് പ്രവാചകന്റെ ദേഹത്ത് ഒരു മുള്ളു തറക്കുന്നത് ഹുബൈബിന് സഹിക്കാൻ കഴിയില്ല. എത്രമാത്രം അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു. സ്വന്തം ജീവൻ നൽകി, എല്ലാം നൽകി. ഒരു അൻസാരി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരുന്നു. നബിയെ കാണാതാകുമ്പോൾ എന്റെ മുന്നിൽ മരണത്തെ കാണുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നിന്ന് മാറാൻ കഴിയുന്നില്ല. പ്രവാചകനെ കാണാതാകുമ്പോൾ കണ്ണു നിറയുന്നു, സങ്കടം വരുന്നു, മരണത്തിന്റെ വെപ്രാളം അനുഭവിക്കുന്നു. അദ്ദേഹം വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ഉഹിബ്ബുക അക്സറ മിൻ അഹ്ലി വവലദി വനഫ്സി. എന്റെ നഫ്സ് എനിക്ക് വിഷയമല്ല, എന്റെ കുടുംബം എന്റെ വിഷയമല്ല, എന്റെ മക്കളോ എന്റെ അഹ്ലോ ഇതൊന്നും എന്റെ വിഷയമല്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അങ്ങാണ്. സങ്കടം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലേ, ഫതകൂനു ഫിൽ ജന്നതി ഫിദ്ദറജാതിൽ ഉല, മരണപ്പെട്ടാൽ അങ്ങ് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളിലാണ്, അങ്ങ് നബിമാരുടെ കൂടെയാണ്. നാളെ മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വർഗത്തിൽ അങ്ങയെ കാത്തിരിക്കുന്നത് ഉന്നതമായ സ്ഥാനമാണ്. വഅകൂനു അന ഇൻ ദഖൽതുൽ ജന്ന ഫീ ദൂനിക് ഫകൈഫ ലീ ബിക യാ റസൂലല്ലാഹ്. ഞാൻ മരണപ്പെട്ടാൽ സ്വർഗത്തിൽ അങ്ങയുടെ അരികിലാവുകയില്ലല്ലോ, അങ്ങേക്ക് ഉയർന്ന സ്ഥാനങ്ങളല്ലേ, എങ്ങനെയാണ് നബിയെ ആ സ്വർഗത്തിൽ അങ്ങേ ഞാൻ കാണുക? കരയുകയാണ്, വേദനിക്കുകയാണ്. അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചു. വമൻ യുതിഇല്ലാഹ വറസൂൽ, ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ, ഇതാഅത്ത് ചെയ്താൽ, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അവർ നബിമാരുടെ കൂടെയാണ്. റസൂലുള്ളാഹിയെ ഇതാഅത്ത് ചെയ്താൽ, അല്ലാഹുവിനെ അനുസരിച്ചാൽ, നാളെ നബിയുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെയായിരിക്കും അവർ. വഹസുന ഉലൈക റഫീഖാ, എത്ര നല്ല ചങ്ങാതിമാരാണവർ. അപ്പോഴാണ് സന്തോഷമായത്. അപ്പോഴാണ് സ്വഹാബികളുടെ മുഖത്ത് പുഞ്ചിരി വന്നത്. നാളെ മരണപ്പെട്ടാലും സ്വർഗത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാമല്ലോ. പ്രിയമുള്ളവരെ, നമുക്ക് ആ ഒരു ഇത്താഴത്തുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തിന് വേണ്ടി വഴിയോരങ്ങളിൽ ഘോഷയാത്ര നടത്താൻ ഒരുങ്ങി നിൽക്കുന്ന മനുഷ്യരെ, ഇപ്പോഴേ ദഫുമുട്ടി അതിനുവേണ്ടി പ്രാക്ടീസ് നടത്തുന്നവരെ, ഭക്ഷണങ്ങൾ ഒരുക്കുന്നവരെ, വഴിയോരങ്ങളിൽ പച്ചക്കൊടി കെട്ടുന്ന മനുഷ്യരെ, ഇതെല്ലാം ദീനാണെന്ന് കരുതുന്നവരെ, പള്ളികൾ വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കുന്നവരെ, ജീവിതത്തിൽ എവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മുടെ കൂടെയുള്ളത്? എവിടെയാണ് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഇത്താഅത്തുള്ളത്? ഏത് ഖുതുബയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്അത്തിനെ കുറിച്ച് താക്കീർ നൽകാതിരുന്നത്? ഏതു പ്രസംഗത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുത്തനാചാരങ്ങളെ കുറിച്ച് താക്കീർ നൽകാതിരുന്നത്? മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ദീനിൽ നന്മയാണെന്ന് കരുതി ഉണ്ടാക്കുന്ന ആചാരങ്ങളെ തള്ളിക്കളയണമെന്ന് പറയുമ്പോ, ആ വാക്കിനൊരു വിലയും നൽകാതെ പുത്തനാചാരങ്ങൾ നടത്തുമ്പോ എങ്ങനെയാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നാളെ സ്വർഗത്തിലെത്താൻ കഴിയുക? മുസ്ലിം സമുദായമേ, ഗൗരവത്തിൽ ആലോചിക്കുക. നമ്മുടെ കല്യാണങ്ങളിൽ റസൂലുള്ളാഹിയോടുള്ള ഇത്താഅത്തുണ്ടോ? നമ്മുടെ കല്യാണങ്ങളിൽ, നമ്മുടെ ആഘോഷങ്ങളിൽ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തെവിടെ? നമ്മുടെ വേഷവിധാനങ്ങളിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സുന്നത്തെവിടെ? നമ്മുടെ നടത്തത്തിൽ, നമ്മളുടെ ക്രയവിക്രയങ്ങളിൽ, നമ്മുടെ ഓരോ മേഖലകളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇതാഅത്ത് എവിടെ? ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. സ്നേഹം സത്യമാണെങ്കിൽ, ഈ കാട്ടിക്കൂട്ടുന്നത് സത്യമാണെങ്കിൽ, ഈ പറയുന്ന സ്നേഹം ഹക്കാണെങ്കിൽ ഇതാഅത്തുണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ സലഫുകൾ കാണിച്ചു തന്നൊരു സ്നേഹം, സ്വഹാബികൾ കാണിച്ചു തന്നൊരു സ്നേഹം, ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതല്ലാത്ത, മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത പുത്തനാചാരങ്ങളുടെ പിറകെ നമ്മൾ പോകരുത്. അള്ളാഹു ബിദ്അത്തുകളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഖൈബർ യഹൂദികളുടെ കോട്ടകൾ കൊണ്ട് നിറഞ്ഞ ഒരു ഭൂപ്രദേശം. അവിടെ സഹാബികൾ തമ്പടിച്ചിട്ടുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞുപോയി, ഭക്ഷണം കുറയുന്നു, പട്ടിണിയാണ്, പ്രയാസമാണ്. ആ സമയത്തൊരു കഴുതയെ അറുത്ത് അവർ കറി തയ്യാറാക്കുന്നു, ഭക്ഷണം തയ്യാറാക്കുന്നു. ഭക്ഷണം ഒരുങ്ങി കടിക്കുന്ന സമയത്ത് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂല് കൽപ്പിച്ചു, അറിയിക്കണം, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഖൈബറ അൻ ലുഹൂമിൽ ഹുമുരിൽ അഹ്ലിയ. കഴുതയുടെ മാംസം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. ഇന്നലെ വരെ ആകാം, ഇന്നലെ വരെ കഴിക്കാം, അത് വിരോധിച്ചിട്ടുണ്ട്, അത് പാടില്ല, നിങ്ങൾ കടിക്കുന്നത് നിങ്ങളുടെ ദീനല്ല എന്ന് വിളിച്ചറിയിക്കുക എന്ന് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനെ അറിയിച്ചു. അത് കേൾക്കേണ്ട താമസം അവരാ ഭക്ഷണം മാറ്റിവെച്ചു. നബിയെ, ഇത് ഭക്ഷണമല്ലേ, ഇത് ഹുബ്സല്ലേ, ഇത് കറിയല്ലേ, ഭക്ഷണം ഒഴിവാക്കാൻ പാടുണ്ടോ? ഒരു സഹാബിൻ ചോദിച്ചിട്ടില്ല. ഹറാമായൊരു ഭക്ഷണം കഴിച്ചാൽ അത് പ്രാർത്ഥനയെ തടയുന്നതാണ്. ഒരു മുസ്ലിം കഴിക്കുന്നത് ആ ഭക്ഷണത്തിന് രുചിയുണ്ടായിട്ട് ആ ഭക്ഷണം തൊയ്യബായതുകൊണ്ട് കാര്യമില്ല, അത് ഹലാലാകണം. അനുവദനീയമായ വഴികളിലൂടെ അനുവദനീയമായ രൂപത്തിൽ പാചകം ചെയ്തതായിരിക്കണം. നമുക്ക് പലപ്പോഴും നബിദിനത്തിന്റെ വിഷയത്തിൽ വിശാലതയാണ്. അത് ഭക്ഷണമല്ലേ, ഭക്ഷണം കഴിക്കാതിരിക്കാൻ പാടുണ്ടോ? ആ ഭക്ഷണം കൊണ്ടുവന്നാൽ അത് മാറ്റി വെക്കാൻ പാടുണ്ടോ? മിഠായി അല്ലേ, പായസല്ലേ, 3-നും 7-നും 40-നും ഉണ്ടാക്കുന്ന ചോറ്, ഇതൊക്കെ ഭക്ഷണമല്ലേ? ഭക്ഷണമാണ് എന്നതുകൊണ്ട് കഴിക്കാൻ കഴിയുമോ? അത് ഇസ്ലാമിലില്ലാത്തൊരു പുത്തനാചാരത്തിന്റെ പേരിലാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ സ്വഹാബത്തിനോ പരിചയമില്ലാത്ത ദീനിൽ പുതിയതായി ഉണ്ടാക്കിയ ആചാരത്തിന്റെ പേരിലുള്ളതാണെങ്കിൽ ഒരു മുസ്ലിമിന് അത് കഴിക്കാൻ പറ്റൂല. ഒരു മുസ്ലിം അത് വളരെ ഗൗരവത്തിൽ നോക്കിക്കാണേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ പല ആളുകളും പറയും, ഇതാ നബിദിനാഘോഷം, അത് ജപ്പാനിലുണ്ട്, അത് UAE-യിലുണ്ട്, ഇനി വരാൻ പോവുകയാണ്. ഇതാ UAE-യിൽ ജന്മദിനാഘോഷം നടക്കുന്നു, ആഫ്രിക്കയിൽ നടക്കുന്നു, ജപ്പാനിൽ നടക്കുന്നു, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നു. ശരി, ഖുർആനിലുണ്ടോ? സുന്നത്തിലുണ്ടോ? ലോകത്തിന്റെ ഏതെങ്കിലും രാജ്യങ്ങളിൽ നടത്തുന്നതാണോ മുസ്ലിമിന്റെ പ്രമാണം? ഹറമിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കുറച്ച് ആളുകൾ ഇങ്ങനെ കൂടിയിരുന്ന് അവര് മൗലീദ് ചെയ്യുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കുമാകാം. മുസ്ലിമിന്റെ പ്രമാണം ഖുർആനും സുന്നത്തുമാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 കൊല്ലത്തെ ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈമാറി തന്ന ദീനിലുണ്ടോ? അത് കേട്ട സ്വഹാബത്ത് പഠിപ്പിച്ചോ? എന്റെ താടി നരച്ചിട്ടുണ്ട്, മുടിയിൽ നര വന്നിട്ടുണ്ട്. എത്ര എണ്ണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല, അറിയില്ല. എന്റെ ശബ്ദം കേൾക്കുന്നതിൽ പലർക്കും നരയുണ്ട്. എത്ര മുടി നരച്ചു അറിയോ? എത്ര താടി നരച്ചു അറിയോ? ഇടയ്ക്കിങ്ങനെ കണ്ണാടി നോക്കുമ്പോൾ 1 2 കാണും. ഇപ്പൊ മനസ്സിലായി നര വന്നു തുടങ്ങുന്നുണ്ട്. സ്വഹാബത്തിനോട് ചോദിക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്ര മുടി നരച്ചിട്ടുണ്ട്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല പറയും 20 മുടി നരച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയിലും താടിയിലുമായി 20 രോമങ്ങൾ നരച്ചിട്ടുണ്ട്. അങ്ങനെ പ്രവാചകന്റെ ജീവിതം കണ്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പകർത്തിയ സ്വഹാബത്തിന്റെ നബിദിനത്തിന്റെ ഹദീസ് കണ്ടില്ലേ? നബിദിനത്തിന് ഭക്ഷണം വിതരണം ചെയ്യുന്നതിന്റെ ഫള് പറയുന്ന ആയത്തുകൾ കണ്ടില്ലേ? അന്ന് പ്രത്യേകമായ ഒരു മദ്ഹ് പറയുന്നതിന്റെ ഒരു വാക്കെങ്കിലും അവർ കണ്ടില്ലേ? അവരറിഞ്ഞില്ലേ? അങ്ങനെ ഒന്നില്ല എങ്കിൽ പ്രിയമുള്ള മുസ്ലിം സഹോദര, അത് നമ്മുടെ ദീനല്ല എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അൽ-ഇസ്നാദു മിനദ്ദീൻ. ഒരു കാര്യം ദീനാകണമെങ്കിൽ സനദ് വേണം. ലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന സനദ് വേണം ഈ ദീനിന്. അതില്ലായിരുന്നുവെങ്കിൽ തോന്നുന്നവന് തോന്നുന്നത് ദീനായി പറയാം. എനിക്കും നിങ്ങൾക്കും തോന്നുന്നത് ദീനായി കൊണ്ടുവരാം. അത് ദീനാകൂല. ദീനാകണമെങ്കിൽ അൽ-ഇസ്നാദു മിനദ്ദീൻ, സനദ് ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ ഈ വിഷയം നമ്മൾ നോക്കണം. പലപ്പോഴും ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ എതിർത്തോളൂ, എത്ര എതിർത്താലും ഞങ്ങൾ ശക്തിയാക്കും. അതുകൊണ്ട് എന്താണ്? ശക്തിയാക്കിയിട്ട് എന്തുണ്ടാകുന്നു? എതിർത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇനിയും വിളക്ക് തൂക്കും, ഞങ്ങൾ ഇനിയും ആഘോഷം കെങ്കേമമാക്കുമെന്ന് പറഞ്ഞാൽ ബിദഅത്തിലാണ് കൂട്ടരെ നിങ്ങൾ ശക്തിപ്പെടുന്നത്. ദീനിലില്ലാത്ത പുത്തനാചാരത്തിലാണ് ശക്തിപ്പെടുന്നത്. എതിർത്താലോ അള്ളാന്റെ ദീനിൽ കൂട്ടിച്ചേർക്കുന്ന ബിദഅത്തിനെതിരെയാണ് സംസാരിക്കുന്നത്. ഈ സംസാരം ദീനാണ്. ഈ സംസാരത്തിന് പ്രതിഫലമുണ്ട്. ബിദഅത്തുമായി മുന്നോട്ട് പോയാൽ നാളെ ഹൗദിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടിയകറ്റുന്നവരാണവർ. സുഹ്കൻ സുഹ്ക, വിദൂരത്തേക്ക് പോകൂ, ആട്ടിയകറ്റും. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ വാശിയും കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക. ഹിജ്റയുടെ 110 അവസാനത്തെ സ്വഹാബി വഫാത്തായത്. സ്വഹാബത്തിന്റെ സ്നേഹവും നമ്മുടെ സ്നേഹവും എവിടെയാണ് നമ്മുടെ സ്നേഹം? എവിടെയാണ് സ്വഹാബത്തിന്റെ സ്നേഹം? 50 60 അമ്പ് സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിയ സ്വഹാബികളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നെഞ്ചുവിരിച്ചു നിന്നുകൊണ്ട്. നഖൊന്ന് മുറിച്ചാൽ ഒരൽപ്പൊന്ന് കയറ്റിവെട്ടിയാൽ എത്ര വേദന ഉണ്ടാകും? നടക്കുമ്പോ കാലൊന്നൊരു ടൈലിൽ തട്ടിയാൽ എത്ര വേദന ഉണ്ടാകും? അമ്പ് തറച്ചു കയറാണ്. നെറ്റിയിൽ, നെഞ്ചിൽ, വയറ്റത്ത് മാറുന്നില്ല. പ്രവാചകന്റെ നെഞ്ചിനോട് നെഞ്ചു ചേർത്തു വെക്കുന്നു. എന്താ കാരണം? മാറിയാൽ അത് തറക്കുന്നത് റസൂലുള്ളാഹിയുടെ ദേഹത്താണ്. ആ സ്വഹാബത്തിന് അറിയാത്തൊരു സ്നേഹം, ആ സ്വഹാബത്ത് കാണിച്ചു തരാത്തൊരു സ്നേഹം, പ്രിയമുള്ളവരെ, അത് ദീനല്ല. ഖുർആനിൽ ആയത്തുണ്ടെങ്കിൽ അത് നമ്മുടെ മുൻഗാമികൾ അമൽ ചെയ്യാതിരിക്കുമോ? ഖുർആനിൽ ഈ ആഘോഷത്തിനൊരു തെളിവുണ്ടെങ്കിൽ നമ്മുടെ മുൻഗാമികൾ അത് അമലാക്കാതിരിക്കുമോ? ഏത് നന്മയിലാണ് അവർ പിറകോട്ട് പോയത്? അറഫ നോമ്പ് എന്നാണ്. മുസ്ലിം സമുദായത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? ആശൂറായിന്റെ വിഷയത്തിൽ ഏത് ദിവസം നോമ്പ് നോൽക്കണം അഭിപ്രായ വ്യത്യാസമുണ്ടോ? പെരുന്നാളിന്റെ ദിവസത്തെ സുന്നത്തുകൾ അഭിപ്രായ വ്യത്യാസമുണ്ടോ? എല്ലാ പള്ളികളിൽ നിന്നും ഒരുപോലെ പഠിപ്പിക്കും. വലിയ പെരുന്നാളിന് ചെയ്യേണ്ടത്, ചെറിയ പെരുന്നാളിന് ചെയ്യേണ്ടത്. അഭിപ്രായ വ്യത്യാസമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമെന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ ദിവസത്തിൽ 3-നാണോ 5-നാണോ 7-നാണോ 9-നാണോ 12-നാണോ
എത്ര അഭിപ്രായ വ്യത്യാസം കാണാൻ കഴിയും? താബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം, വ്യത്യസ്തങ്ങളായ ദിവസങ്ങൾ പറഞ്ഞ മുൻഗാമികൾ, എന്തേ ഒരു അഭിപ്രായ വ്യത്യാസം? ആ ദിവസത്തിൽ ചെയ്യാൻ ഒരു അമലും, ആ ദിവസത്തിൽ ചെയ്യാൻ പ്രത്യേകമായ ഒരു അമലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. അങ്ങനെ ഒന്നുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് സ്വഹാബത്തിന് അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക? അതുകൊണ്ട് ബിദ്അത്തുകളെ വളരെ ഗൗരവത്തോടുകൂടെ നോക്കിക്കാണുകയും സുന്നത്തനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇന്ന് വിമർശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കലും പ്രവാചകന്റെ സുന്നത്തിനെ ഹയാത്താക്കലും ആ സുന്നത്തനുസരിച്ചുകൊണ്ട് ജീവിച്ച് ബിദ്അത്തിനെതിരെ സംസാരിക്കലും സ്നേഹമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുന്നത്തിന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ, സുന്നത്ത് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പലാണ്, അതിലാര് കയറിയോ അവനാണ് രക്ഷപ്പെടുക. ആ രക്ഷപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം.